അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വീടും പരിസരവും വൃത്തി, കഴുകൽ തുടങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു മുസ്ലിം അന്തരീക്ഷത്തിൽ ഒരു വീട് എന്ന് പറയുന്നത് നമ്മൾ ഡിസൈനിങ്ങിൽ പറയുന്നത് പോലെ തന്നെ അതിൻ്റെ അകത്തളങ്ങളിലെ വൃത്തി വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം ഇസ്ലാമിൽ വൃത്തിയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വൃത്തി ഈമാനിന്റെ പകുതിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ ആദ്യത്തെ നോട്ടത്തിൽ തന്നെ അവർക്ക് വീടും പരിസരവും ഇഷ്ടപ്പെടണമെങ്കിൽ അവിടെ വൃത്തി വളരെ പ്രാധാന്യമാണ്. മാത്രമല്ല, വൃത്തിഹീനമായ സാഹചര്യത്തിൽ പല രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വീട്ടിൽ താമസിക്കുന്നവർക്കൊക്കെ അതുണ്ടാവുകയും പൈശാചികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെന്നും നമുക്കറിയാം. അതുകൊണ്ട് വീട്ടിലെ വൃത്തി വളരെ കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടത് കുടുംബിനികൾ നിലക്കും ഓരോരുത്തരുടെയും കടമയൂടിയാണ്. നമുക്ക് വീട്ടിലെ വൃത്തിയുമായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സുകളിലൂടെ ഇങ്ങനെ പറഞ്ഞു പോകാം. സ്വീകരണ മുറിയിലെ ഇരിപ്പിടം പലപ്പോഴും അലങ്കോലമായി കിടക്കാറുണ്ട്. അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ സമയത്തും സ്വീകരണ മുറിയിലെ ഇരിപ്പിടം, തുണിത്തരങ്ങൾ, പാഠപുസ്തകങ്ങളൊക്കെ വലിച്ചു വാരിയിടുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റി എപ്പോഴും വൃത്തിയായ സാഹചര്യങ്ങൾ സൂക്ഷിക്കുക. റൂമുകളിലെ ജനാലുകളിൽ അടിവസ്ത്രങ്ങൾ അലക്കിയിടുക, അതുപോലെ തന്നെ ഉടുവസ്ത്രങ്ങൾ അയച്ചു വെക്കുക. ദുർഗന്ധം ഉണ്ടാവുന്ന മാത്രമല്ല, അത് വൃത്തികേടുമാണെന്ന് മനസ്സിലാക്കണം. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാം. അതുപോലെ കുട്ടികളുടെ വസ്ത്രങ്ങൾ അടുക്കി വെക്കാൻ അലമാരയിൽ വെവ്വേറെ അറകൾ ഉണ്ടായിരിക്കണം. ഓരോ കുട്ടികളുടെ വസ്ത്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ, മിക്സായി പോവാതെ, പ്രത്യേകിച്ച് അടിവസ്ത്രങ്ങളൊക്കെ വേറെ വേറെ തന്നെ സൂക്ഷിക്കുന്ന രൂപത്തിൽ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. അതേപോലെ തന്നെ ഉപയോഗിച്ച വസ്ത്രം വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ, സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അയച്ചു വെക്കാൻ പ്രത്യേക സ്ഥലം കാണിച്ചു കൊടുക്കുകയും അവിടെ തന്നെ അയച്ചു വെക്കാൻ പരിശീലിപ്പിക്കുകയും ചെയ്യാം. കുട്ടികളുടെ പഠനോപകരണങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാനും പ്രത്യേക സ്ഥാനത്ത് സൂക്ഷിക്കാനും ഓർമ്മിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ വീട്ടിലെ ആധാരം, പട്ടയം, ID കാർഡ്, ജനന സർട്ടിഫിക്കറ്റ്, ആധാർ പകർപ്പ്, പാസ്പോർട്ട് തുടങ്ങിയ SSLC ബുക്ക് തുടങ്ങിയ സർട്ടിഫിക്കറ്റുകളുടെ രേഖകൾ, കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ പ്രത്യേകമായിട്ടൊരു ഫയൽ ഉണ്ടായിരിക്കണം. നല്ല ലാമിനേഷൻ ചെയ്ത ഫയലുകൾ. കൂടുതൽ ആളുകളുടെ വീടാണെങ്കിൽ ഓരോരുത്തരുടെ പേരിലും വെവ്വേറെ ഫയലുകൾ. വീടിന്റെ പൊതുവായിട്ടുള്ള ആധാരം, പട്ടയം, അതേപോലെ തന്നെ നികുതി രസീതുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേറൊരു ഫയലും ഒക്കെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അത് മൊത്തം ഒരു ഫയലിലാക്കി വെക്കുകയും ചെയ്യാം. അതൊക്കെ വളരെ കൃത്യമായിട്ട് സൂക്ഷിക്കുക. അതേപോലെ ഇപ്പോഴത്തെ സൗകര്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഓൺലൈനിൽ ഗൂഗിൾ ഡ്രൈവിൽ തന്നെ ഇതൊക്കെ സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. സ്കാൻ ചെയ്ത് PDF ആക്കിയിട്ട് ഗൂഗിൾ ഡ്രൈവിൽ സൂക്ഷിക്കുകയാണെങ്കിൽ, അഥവാ ഏതെങ്കിലും കാര്യത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അതിൽ നിന്ന് കോപ്പി നമുക്ക് എടുക്കാനും പറ്റും. മാത്രമല്ല, നമ്മൾ ചില യാത്രകളിലൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഇത്തരം സാധനങ്ങൾ ആവശ്യം വന്നു കഴിഞ്ഞാൽ വീട്ടിൽ പോയി എടുക്കേണ്ട. ഗൂഗിൾ ഡ്രൈവ് ആണെങ്കിൽ നമുക്ക് ഫോണിലുണ്ടെങ്കിൽ ഫോണിൽ നിന്ന് ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിച്ചിട്ട് അത് റിട്രീവ് ചെയ്ത് എടുക്കാൻ പറ്റും. അത് ഫോണിൽ സൂക്ഷിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഫോണ് മാറ്റുമ്പോൾ, ഫോണ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഈ സാധനം നഷ്ടപ്പെട്ടു പോവുകയും ദുരുപയോഗം ചെയ്യും. ഗൂഗിൾ ഡ്രൈവിലാകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലുള്ള ഒരു Gmail പോലത്തെ അതിൻ്റെ ഉള്ളിലുള്ള സംവിധാനമാണ്. അത് ഗൂഗിൾ ഡ്രൈവിൽ പ്രത്യേക മെമ്മറിയിൽ, നമുക്ക് ഫ്രീ മെമ്മറി തന്നെ, മിനിമം മെമ്മറി ഉണ്ട്. അതിൽ തന്നെ ഇത്തരം രേഖകളൊക്കെ സൂക്ഷിക്കാൻ കഴിയും. വീട്ടിനകത്ത് നമുക്ക് ആവശ്യമുള്ള പോലെ തന്നെ വീട്ടിന്റെ പറമ്പിൽ ആവശ്യമുള്ള കുറെ ഗൃഹോപകരണങ്ങളുണ്ട്. കൈക്കോട്ട്, മഴു, പിക്കാസ്, കൊട്ട തുടങ്ങിയ വീടിന്റെ പുറത്ത് ഉപയോഗിക്കാൻ പറ്റിയ കുറെ സാധനങ്ങൾ ഉണ്ടാവും. അത്തരം കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക സ്ഥലത്ത് സുരക്ഷിതമായി സൂക്ഷിക്കുകയും അയൽവാസികളൊക്കെ ആവശ്യപ്പെടുമ്പോൾ അവർക്കും കൂടി സന്തോഷത്തോടു കൂടി നൽകുകയും ചെയ്യുക. പലപ്പോഴും മുൻകാലങ്ങളിലൊക്കെ അയൽവാസികൾക്ക് നൽകാൻ വേണ്ടി മാത്രം അങ്ങനെ സാധനങ്ങൾ അവർക്ക് ആവശ്യമുള്ളതും കൂടി വാങ്ങി സൂക്ഷിച്ച് കൂലി സമ്പാദിക്കുന്ന രീതി പഴമക്കാർക്കുണ്ടായിരുന്നു. ഇന്നതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പൊതുവായ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ ഒന്നുകിൽ ഒരുമിച്ച് വാങ്ങി വെക്കുക, എല്ലാവരും കൂടി പൈസ ചേർത്തിട്ട് ഒരാൾ വാങ്ങി വെക്കുക, അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ ഇപ്പോൾ ലേഡർ പോലത്തെ കാര്യങ്ങളൊക്കെ ഒരു 4-5 വീടുകൾക്ക് ഒരു ലേഡർ എന്തായാലും ആവശ്യമുണ്ടാവും.
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സഹകരിച്ച് വാങ്ങിയേക്കുക. ഒരാൾ വാങ്ങിയാൽ പിന്നെ മറ്റുള്ളവരോട് വാങ്ങണ്ടെന്ന് പറയാം, അത് എൻ്റെ കയ്യിലുണ്ട് ഞാൻ തരും എന്ന് പറയാം. അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് ഉപയോഗിക്കുക. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന സൂചി, നൂല്, ആണികൾ, സ്പാനറുകൾ, ചുറ്റിക, സ്ക്രൂ ഡ്രൈവർ തുടങ്ങിയ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്രത്യേകം പ്രത്യേകം ചെറിയ സാധനങ്ങളൊക്കെ പ്രത്യേകം ഒരു അടപ്പ് പാത്രങ്ങളിൽ വെക്കുക. വായു, മണ്ണ്, ജലം എന്നിവ മലിനപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. പരിസര മലിനീകരണം ഒഴിവാക്കുക. അത് പകർച്ചവ്യാധി രോഗങ്ങളായ ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മലമ്പനി തുടങ്ങിയവയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. വേസ്റ്റ് ജലം അലക്ഷ്യമായി ഒഴുക്കാതെ പകരം കുഴിയെടുത്ത് സ്ലാബിട്ട് മൂടി അതിലേക്ക് പൈപ്പ് വഴി ഒഴിക്കുകയൊക്കെ ചെയ്ത് മൂലം ഇത്തരം രോഗങ്ങൾ വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി വീട്ടിൽ ഒന്നിലധികം റൂമുകൾ ഉണ്ടാകും. ആ റൂമുകളിലൊക്കെ അറ്റാച്ച്ഡ് പിന്നെ ബാത്റൂം ആയിരിക്കും, ടോയ്ലറ്റുകൾ ഉണ്ടാവും. വീടുകളിൽ ആളുകൾ നാട്ടിലില്ല, വിദേശത്തൊക്കെ ആണെങ്കിൽ പലപ്പോഴും ഇതൊക്കെ ഉപയോഗിക്കാതിരിക്കും. അത്തരം ഉപയോഗിക്കാതിരിക്കുന്ന ടോയ്ലറ്റുകളൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് ഫ്ലഷ് ചെയ്ത് അതിനെ ഇടയ്ക്കൊന്ന് ഫ്ലഷ് ചെയ്യുന്നത് അതിൻ്റെ ഉപയോഗം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നല്ലതാണ്. അതിൻ്റെ വൃത്തി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ഫ്ലഷ് ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ വീട്ടിലെ ഫ്രിഡ്ജിൻ്റെ അടിഭാഗത്തെ ട്രേയിലെ വെള്ളം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എടുത്ത് പുറത്തേക്ക് കളയുക. പൂച്ചട്ടികളിൽ വെള്ളം നിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് മുട്ടയിടുകയും അത് പിന്നീട് രോഗങ്ങൾക്കും കൊതുക് പെരുകുകയും മറ്റു പല രോഗങ്ങൾക്കും കാരണമാവുകയും ചെയ്യും. ടെറസിന് മുകളിലും ഇതേപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൊതുക് മുട്ടകൾ നശിപ്പിക്കുക. അതേപോലെ തന്നെ തൊണ്ട്, ചിരട്ട, ടയറ്, കുപ്പി, പൊട്ടിയ പാത്രങ്ങൾ, പ്ലാസ്റ്റിക് കവറുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വെള്ളം നിൽക്കാൻ സാധ്യതയൊക്കെ ഒഴിവാക്കുകയും സംസ്കരിക്കുകയും ചെയ്യാം. ദിവസവും ടോയ്ലറ്റുകൾ അണുനാശിനി ഉപയോഗിച്ച് കഴുകുക. മലമൂത്ര വിസർജന ശേഷവും വെള്ളം ഒഴിക്കുന്നത് ശീലിക്കുക. വസ്ത്രങ്ങൾ വെയിലിൽ ഉണക്കി അല്ലെങ്കിൽ ഇസ്തിരിയിട്ട് മാത്രം ഉപയോഗിക്കുക. ജന്തുജന്യ രോഗങ്ങളായ എലിപ്പനി തുടങ്ങിയ തടയാൻ വേണ്ടിയിട്ട് എലി നശീകരണം നടത്തുക. എലികൾക്ക് താവളമാകാൻ പറ്റിയ സൗകര്യങ്ങൾ വീടുകളിൽ ഇല്ലാതിരിക്കുക. മറ്റൊന്ന്, ആഹാര പദാർത്ഥങ്ങൾ നന്നായി മൂടി വെക്കുക. പച്ചക്കറികളും പഴങ്ങളും കഴുകി വൃത്തിയാക്കി വ്യക്തി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. വീട്ടിലെ വളർത്തു മൃഗങ്ങൾക്ക് വെള്ളം നൽകുന്ന പാത്രങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അടുക്കളയിലും കുളിമുറിയിലും വ്യത്യസ്ത ക്ലീനിങ്ങിനുള്ള തുണികളും അതേപോലെ തന്നെ ബ്രഷുകളും ഉപയോഗിക്കുക. നന്നായിട്ട് വായു സഞ്ചാരം ഉണ്ട് എന്ന് വീടിൻ്റെ പരിസരത്തും വായു സഞ്ചാരം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ഇടയ്ക്ക് ജനലൊക്കെ തുറന്നിടുകയൊക്കെ ചെയ്യുക. വൃത്തിയാക്കുന്ന അവസരത്തിൽ ചിലർക്ക് എത്ര വൃത്തിയാക്കിയാലും മതിയാവൂല, അല്ലെങ്കിൽ വൃത്തിയായിട്ടില്ല എന്ന് തോന്നലുണ്ടാവും. ചിലപ്പോൾ തുടർച്ചയായിട്ട് വൃത്തിയാക്കും. ഇതൊരു തരം വസ്വാസാണ്, OCD എന്ന് പറയും. അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പലപ്പോഴും നമുക്ക് അതിൻ്റെ ഇസ്ലാമികമായ പാഠങ്ങൾ അനുസരിച്ചുള്ള വൃത്തിയാക്കൽ, പിന്നെ കുട്ടി മൂത്രമൊഴിച്ചാൽ മൂത്രത്തെക്കാളധികം വെള്ളമൊഴിച്ച് അത് വൃത്തിയാക്കി ആ വൃത്തിയായി എന്ന് ഉറപ്പുവരുത്തിയാൽ പിന്നെയും വൃത്തിയായിട്ടുണ്ടോ സംശയവുമായിട്ട് അതിലേക്ക് സമീപിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ പിന്നെ നായ കയറിയാൽ പിന്നെ ഒരുപാട് തവണ വെള്ളമൊഴിക്കുകയും പിന്നെ മണ്ണ് കലക്കി വെള്ളമൊഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാം. അതിൻ്റെയൊക്കെ ഇസ്ലാമികമായ രീതി അനുസരിച്ചിട്ട് അതൊക്കെ പിന്നെ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ കഴുകി വൃത്തിയാക്കി നമുക്ക് അവിടെ ശുദ്ധി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെയൊക്കെ പിന്നാലെ സംശയങ്ങളുമായിട്ട് പോകേണ്ട ആവശ്യമില്ല. പലപ്പോഴും ഇത്തരം സംശയങ്ങളാണ് പിന്നീട് വസ്വാസിലേക്ക്, നമ്മുടെ നിസ്കാരങ്ങളിലേക്കൊക്കെ എടുത്താലും ശുദ്ധിയായിട്ടില്ല എന്ന് തോന്നുകയും പിന്നെ വെള്ളത്തിന്റെ അമിതമായ ഉപയോഗം ഉണ്ടാവുകയൊക്കെ ചെയ്യാം. അത്തരം അവസ്ഥയിലേക്കൊന്നും പോകാതെ മാന്യമായ രീതിയിലുള്ള വൃത്തി വീട്ടിൽ ഉണ്ടാവുക. വീട്ടിലെ വൃത്തി പോലെ തന്നെയാണ് ശരീരത്തിന്റെ വൃത്തി എന്ന് പറയുന്നത്. ശരീരത്തിന്റെ വൃത്തിയിലാണ് നഖം മുറിക്കൽ, ഗുഹ്യ രോഗങ്ങൾ വൃത്തിയാക്കൽ, കുളിക്കുക, സുഗന്ധം പൂശുക, വുളൂദായിമാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശരീരത്തിന്റെ ശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. മരിക്കുമ്പം ഈമാനോടെ മരിക്കുക, വൃത്തിയോടെ മരിക്കുക എന്നുള്ളത് നമ്മുടെ നിയത്ത് വെച്ചുകൊണ്ട് എല്ലാ സമയത്തും ഇത്തരം വൃത്തിയുള്ള സാഹചര്യത്തിൽ നമ്മുടെ ശരീരം ഉണ്ടായിരിക്കണം. നമുക്കറിയില്ലല്ലോ ഏത് സമയത്താണ് നമ്മൾ മരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് എപ്പോഴും ആ ഒരു സാഹചര്യത്തെ നമ്മൾ നേരിടാൻ പറ്റിയ രൂപത്തിൽ ഈമാനോടെ മരിക്കണമെങ്കിൽ വൃത്തിയുള്ള ശരീരം നമുക്കതിന് ആവശ്യമാണ്. ആ രൂപത്തിൽ നമ്മുടെ ശരീരത്തെ വൃത്തിയാക്കുക. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് അൽ മവാഹിബുൽ ജരിയയിൽ ഇത്തരം വിഷയങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ആർക്കുണ്ട് ശുദ്ധിയും അവരെ റബ്ബിന് സ്നേഹമാ,
എന്നുള്ളതും ഖുർആൻ ഷരീഫിൽ വ്യക്തമാ. നിനക്കെപ്പോഴും വുളുവാണ് എങ്കിൽ റിസ്ഖിലും ലഭിക്കും വിശാലത എന്നു വന്നു ഹദീസിലും. വൃത്തി, ശുദ്ധി തുടങ്ങിയ കാര്യങ്ങളിൽ ബഹുമാനപ്പെട്ടവര് വളരെ പ്രാധാന്യമർഹിച്ചുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഉളൂയിൽ ഹുളൂറില്ലാതെ വന്നത് കൊണ്ട് നിസ്കാരത്തിൽ വസ്വാസ് വരുമെന്നുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യനായുധമാണിത്, അപ്പോൾ ദവാമാക്കുന്നതേറ്റം നല്ലത്. ഉളുവിനെ ദായിമാക്കുന്നത് ഏറ്റവും നല്ലതാണെന്നും അത് നിസ്കാരത്തിന് ഹുളൂറുണ്ടാകുമെന്നും ബഹുമാനപ്പെട്ടവര് ഈ വിഷയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു നാഫിയായ ഇൽമിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.